ഹലോ ഗേയ്സ്, അപ്പൊ നമ്മള് കുറെ ദിവസമായി വലിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് നമ്മളേതായാലും വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ച കേട്ടോ ദിവസം. നമ്മളിവിടെ മുറ്റത്തൊക്കെ ആകെ കട്ട വിരിക്കാണ്. അപ്പൊ അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇവിടെ മണ്ണൊക്കെ മാന്തി ഇവിടെയൊക്കെ ഫുള്ള് കാടായിരുന്നു. ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കുറെ മരങ്ങളൊക്കെ പോയപ്പോഴേ ഇപ്പൊ ടൗണ് സിറ്റി ആയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ശനിയാഴ്ച വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 80,000 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ക്ലോത്ത് നനച്ചെടുത്തിട്ടുണ്ട്. ഒരു കവർ സാധനങ്ങളുണ്ട്. നമ്മള് സർവീസിന് കൊടുക്കുമ്പോ ഒക്കെ ചെയ്താണ്ടോ ഇതൊക്കെ എടുത്തുകൊണ്ട് ഒഴിവാക്കുമല്ലോ, അങ്ങനെ ഒഴിവാക്കിയതാണ്. ചാർജർ കാര്യങ്ങള് ഇതിനകത്ത് പിന്നെ കുറച്ചുണ്ടാവും. അപ്പൊ ഏതായാലും സമയം ഇപ്പോ 8 മണി ആയിട്ടുണ്ട്. 8:02 നമുക്ക് വേഗം ഊബർ ഓൺ ആക്കാം. CNG 3 വട്ടം ഉണ്ട്. നമ്മള് ഇപ്പൊ ഊബർ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് കുറെ സാധനങ്ങൾ ആ കവർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാണ്ട്. പിന്നെ ചായ കുടിക്കാനുണ്ട്. അപ്പൊ ഒരു ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ചായ എടുക്കുമ്പോ പിന്നെ ഒന്ന് ഓഫ് ചെയ്യേണ്ടി വരും. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് റോട്ടിൽ ഇറങ്ങുമ്പോ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ചായക്കട ഇതാട്ടോ. നമുക്ക് ഇന്ന് താജ് പറഞ്ഞ ചായക്കടയ്ക്ക് ഒന്ന് പോയേക്കാം. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കണ്ട് എന്നാ പറഞ്ഞേ. ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചായക്കടന്റെ അവിടുന്ന് ഒരു 150 മീറ്റർ ഉള്ളൂ. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, വൈഫ് ഹൗസ് പറഞ്ഞാണ്ട്. അതാണ് ഹോട്ടല്. അപ്പൊ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പറ്റില്ല, സമയമില്ല. 8 മണി ആയിക്കണു. നമുക്ക് അവിടുന്ന് ചായ അടിച്ചപ്പോ നമ്മളെ താജുവിന്റെ റൂം അടുത്താണല്ലോ, അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. അപ്പൊ അവൻ വന്ന് അവന് ഫസ്റ്റ് ആദ്യം ട്രിപ്പ് അടിച്ച് പാലാരോട്ടത്തേക്ക് ഒരു ഭാരത്. അപ്പൊ അത് വണ്ടി എടുക്കാൻ നേരത്തെ ക്യാൻസൽ ചെയ്ത്. പിന്നെ അടിച്ചപ്പോ എടുത്തിട്ട് പോവാതെ അങ്ങനെ ക്യാൻസൽ ചെയ്ത്. പിന്നെ കസ്റ്റമർ വരാത്തോണ്ട് ക്യാൻസൽ ചെയ്ത്. പിന്നെ അവന് കുറച്ചേരം ഓഫ് ലൈൻ ആക്കി. പിന്നെ കുറച്ച് നേരം ഓൺ ആക്കിയിട്ട് അവന് വേറെ ട്രിപ്പ് അടിച്ച് പോയി. പിന്നെ ഞാൻ ഓൺ ആക്കിയപ്പോ എനിക്ക് മറ്റേ ഭാരതിന്റെ ട്രിപ്പ് അടിച്ച്. അപ്പൊ ഞാൻ എടുത്ത് എന്തായാലും ചിലപ്പോ താജുവിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, നോക്കി നോക്കി എഴുതി. അപ്പൊ നമ്മളിവിടെ ലൊക്കേഷനിൽ എത്തി. പക്ഷെങ്കിൽ നമുക്കും ആ ചതി പറ്റി. ഏകദേശം ഒരു 300 മീറ്റർ കൂടി ഉള്ളു ഇനി ഉണ്ടായിന് ആ ഓട്ടോറിക്ഷ വരുന്നേ കൂടി. അപ്പോ അത് എന്നിട്ട് ഇവിടെ താൻ നേരത്തെ ക്യാൻസൽ ചെയ്ത്. 22 രൂപയാണ് നമുക്ക് അതിന് കിട്ടിയത്. നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്ററിന്റെ അടുത്ത് പോന്നിട്ടുണ്ടാവും. അപ്പൊ അതാ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു അഷിത്ത്. ഇത് വൈറ്റിലേക്കാണ്. മറ്റേത് പാലാരോട്ടത്തേക്കായിരുന്നു, മറ്റേ ഭാരത്. ഇത് 1.8 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. ബാക്കാണ്. ഇനിയിപ്പോ വണ്ടി ഇവിടെ എവിടെയൊക്കെ ഓടിക്കണം. ഇവിടെ എത്താൻ നേരത്ത് കറക്റ്റ് ക്യാൻസൽ ചെയ്ത ആള്. ഇന്ന് നല്ല ഓട്ടാട്ടോ. നമ്മളിപ്പോ 9:49 അതിന്റെ സമയം. ഇവിടെ എടപ്പള്ളിയാണ്, ലുലുമാള് കഴിഞ്ഞു. അപ്പൊ നമ്മളെ വിനീത തിയേറ്റർക്ക് പോണ റോട്ടിൽ നിന്നാണ് ഇനിയുള്ള പിക്കപ്പ്. നമ്മൾ മറ്റേത് വൈറ്റിലെ ഹബ്ബിൽ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം അവിടുന്ന് അപ്പൊ തന്നെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ചെങ്ങമ്പുഴയിലേക്ക്. അത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതപ്പോ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു ഷീലു. നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. 2 പുള്ളി ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇവിടുന്ന് എടപ്പള്ളിയിൽ നിന്ന് അടിക്കണം എഴുതിയാണ്. അപ്പൊ ഇതിലൂടെ ട്രിപ്പ് അടിച്ചു. കുഴപ്പമില്ല. 2 പുള്ളിയിൽ ഇനിയും ഒരു 30 കിലോമീറ്റർ ഒക്കെ എന്തായാലും ഓടും. ഏതായാലും ഒരു CNG പമ്പിന്റെ അടുത്തേക്ക് എത്താതെ നിൽക്കൂല. നമ്മളെ പിക്കപ്പ് പോയിന്റ് ഇവിടെ തിയേറ്റർ ആട്ടെ കാണുന്നത്, വിനീത. അതിന്റെ തൊട്ട ഫ്രണ്ടിൽ അവിടെയാണ് ഓട്ടോറിക്ഷ നിൽക്കുന്ന, അവിടെയാണ്. പക്ഷെ അവിടെ വണ്ടി ഇടാൻ ഗ്യാപ്പില്ല. അപ്പൊ ഇവിടെ തൽക്കാലം ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കസ്റ്റമർ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും CNG അടിക്കണം. ഇവിടുന്ന് സമയം റണ്ണിങ് ആവുന്നുണ്ട്, ഇതുണ്ടോ, പരിധിയിലായോണ്ട്. അപ്പൊ സമയം കഴിഞ്ഞിട്ട് ക്യാൻസലേഷന്റെ എലിജിബിൾ വന്നതിന് ശേഷം ക്യാൻസൽ ചെയ്തിട്ട് നേരെ ഊബർ ഓഫ് ചെയ്തിട്ട് കസ്റ്റമർ വിളിക്കണ്ട്. ഹലോ ഹലോ ഹലോ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഊബറാണ്. ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലല്ല നിക്കണത്. കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ട് റൈറ്റ് സൈഡിൽ ഗ്രീൻ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു റോഡ് കാണും. അതിൽ എങ്ങ പോരെ? എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? അവിടുന്ന് ഇപ്പൊ വനിതയുടെ മുമ്പിലാണോ നിക്കണേ? അതെ. അവിടുന്ന് കുറച്ചിങ്ങ പോന്നാ മതി. മേബി ഒരു 100 മീറ്റേഴ്സ് പോരുമ്പോ ഗ്രീൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു റോഡ് കാണും റൈറ്റിലേക്ക്. ആ വഴി ഇങ്ങ് അകത്തേക്ക് വരുമ്പോ ഏറ്റവും അറ്റത്തുള്ള വീടാ. ഇവിടെ നിക്കണ്ട് പുറത്ത്. ഞാനേ ഇത് ക്യാൻസലേഷന്റെ എലിജിബിൾ വന്നിട്ട് ക്യാൻസൽ ചെയ്തിട്ട് CNG അടിക്കാൻ പോകണമെന്നൊക്കെ എഴുതിയാണ്. CNG ഏതായാലും ഇല്ലല്ലോ. അപ്പൊ ഇവിടുന്ന് 100 മീറ്ററോളെന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറം ഉണ്ടെങ്കിൽ നമ്മള് പോകൂല. 100 മീറ്റർ. കാരണം പിക്കപ്പ് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു 1.5 കിലോമീറ്ററോളം പിക്കപ്പിന് നമ്മൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ CNG അടിച്ചാൽ വന്നോണ്ടിരിക്കണം. അപ്പോഴാണ് ട്രിപ്പ് അടിച്ചത്. അപ്പൊ ഇനി ഏതായാലേ അതൊന്ന് പിക്ക് ചെയ്യട്ടെ. കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ ഹബ്ബിൽ ഡ്രോപ്പ് ചെയ്ത ഉടനെ നമുക്ക് ട്രിപ്പ് അടിച്ചോണ്ട് ഈ ലഗേജ് നമ്മൾ എടുക്കാൻ മറന്ന്. എന്താ വെച്ചാല് ഫസ്റ്റ് വന്ന കസ്റ്റമർ ഇവിടെ ഇരുന്നത്. അപ്പൊ ഞാൻ ഇതിനെടുത്തിട്ട് ബാക്കിൽ ഇവിടെ വെച്ച്. പിന്നെ കയറിയ കസ്റ്റമർ ബാംഗ്ലൂർ ഉടനെ ഒരു 4 നമ്മളെ ഏകദേശം പ്രായമുള്ളതും ഈ ഒരു മോഡൽ ആൾക്കാരായിരുന്നു. ഊബർ ഓടുന്ന ആൾക്കാരാ. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ച് പോരുന്നു. അപ്പൊ അവരെ കാല് വെക്കുന്നിടത്താണ് ഈ കവർ ഉണ്ടായിരുന്നത്. ഞാനിപ്പോ അവരെ ഇറക്കിയതിനു ശേഷം സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ലല്ലോ നോക്കുമ്പോഴാണ് സാധനം കാണാനില്ല. അപ്പൊ അവരൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നോട് ഇങ്ങനെ കവറുള്ള കാര്യവും പറഞ്ഞില്ല കേട്ടോ. അപ്പൊ എന്താ മറന്നതാണ് എന്താ അറിയില്ല. എന്തായാലും ഇനി അത് സെറ്റ് ചെയ്യണം.
ഈ ട്രിപ്പും പാടെ കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മള് ആ ട്രിപ്പും പാടെ ക്ലോസ് ചെയ്തിട്ടോ. നമ്മള് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ലാസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 153 രൂപയുടെ ട്രിപ്പ്, 462 3 ട്രിപ്പില്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് CNG കഴിഞ്ഞു. ഇവിടെ വന്നപ്പോ ഒരു പുള്ളിയായി വാണിംഗ് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ മറൈൻ ഡ്രൈവിന്റെ അവിടെ ഹൈക്കോർട്ടിന്റെ ബാക്കിലും ചെന്ന് നോക്കുക. അവിടെ ഒരു പേടിയാണ്. കാരണം ഇത്രയും ദൂരം ഇങ്ങനെ പോയതിനു ശേഷം അവിടെ CNG ചിലപ്പോ ഉണ്ടാവൂല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ 10:30 ആയിട്ടുണ്ട് സമയം. അതുകൊണ്ട് വലിയ വിഷയം ഉണ്ടാവില്ല, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ചെന്ന് നോക്കട്ടെ. നമ്മൾ ഈ നോർത്തിന്റെ പാല് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നല്ലൊരു ഉപകാരമായിട്ടോ. കാരണം ഈ പാലത്തും ഒരു 3-4 വണ്ടി ചാടുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലൈൻ ഉണ്ടാവുമല്ലോ റോഡിന്റെ സെന്ററിൽ കൂടി, എന്തേലും കണക്ഷൻ എന്തേലും പോണ ലൈൻ ആയിരിക്കും. പക്ഷെങ്കിൽ അത് നല്ല ചാട്ടായിരുന്നു. അതേപോലെ പില്ലറിന് ഓരോ പില്ലർ എത്തുമ്പോ അതിന്റെ തൂണിന്റെ തറ ഉണ്ടാവുമല്ലോ അടിഭാഗത്തുള്ളത്, അതിന് അവിടെ ഒരു ചെറിയൊരു പൊക്കം ഉണ്ടാവും. അതൊക്കെ കളഞ്ഞിപ്പോ ടാർ ചെയ്തു. ഈ റോഡും ഇതിന്റെ അപ്പുറത്തെ റോഡും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ സെറ്റ് ആയിട്ടുണ്ട്, ഒരു കംപ്ലൈന്റും ഇല്ല. ഇപ്പൊ മറ്റേത് ഈ റൂട്ടും കൂടി പാലത്തും കൂടി എറണാകുളത്തെ കുറെ പാലത്തും കൂടി ഉണ്ട്. ആ മരട് ഭാഗത്തേക്കൊക്കെ പോകുമ്പോണ്ട് ആ ലൈനുകൾ ഓരോ ചാട്ടം, നല്ല ചാട്ടാ, വണ്ടിക്ക് നല്ല പണിട്ട്. അപ്പൊ അതൊക്കെ എടുക്കണം അവിടേക്ക്. അവിടെ ഇപ്പൊ ഈ പില്ലറിന്റെ അവിടെയൊക്കെ ഓരോ കയറ്റങ്ങളുണ്ട്. ഇപ്പൊ ആ വണ്ടി കയറുന്നുണ്ടോ, ഇതാട്ടോ ഇവിടെ ഒരു മുഴതാ. ഇങ്ങനത്തെ ഓരോ മുഴകൾ ഉണ്ടായിരുന്നു. ഈ പില്ലറിന്റെ തറയാണിത്. ഇവിടെ കറക്റ്റ് കാണുന്നുണ്ട് ഈ തറ. ഇവിടെ ജസ്റ്റ് ഒന്ന് പൊന്തും. അപ്പൊ അവിടെ പാലത്തുമ്പത്തൊക്കെ റെഡിയാക്കി. ആദ്യം നമ്മളെ എളംകുളം മെട്രോന്റെ അവിടെ ഇതേപോലെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ അടുത്തൊരു വീഡിയോയില് കണ്ടു, അവിടെ ആരോ ആക്സിഡന്റ് ആയി മരിച്ചു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞ്. അതുകൊണ്ടാണ് അവിടെ റെഡിയാക്കിയത്. അവിടെ കറക്റ്റ് JCB കൊണ്ട് മാന്തി ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതവിടെ നമ്മളെ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് പാലം റെഡിയാക്കിയിട്ടുണ്ട്. ഏതായാലും നല്ലൊരു കാര്യം. ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇതുണ്ടോ, ഇവിടൊക്കെ നല്ലൊരു ഇതിന്റെ ഉണ്ടോ ഓരോ പൊക്കങ്ങളുണ്ട് പില്ലറിന്റെ. ഇനിയിപ്പോ നമ്മള് കാക്കനാട് ഭാഗത്തേക്ക് മെട്രോ ഉണ്ടാക്കണേന് എന്താ അവസ്ഥ എന്നാവാ. ഇനി ഈ പരിപാടി ഇല്ലാന്നാ മതിയായിരുന്നു. ഭാഗ്യം ഇവിടെ CNG ഉണ്ട്. ഇന്ന് ഓപ്പണിംഗ് ആണ്. അപ്പൊ ഏതായാലും ഇവിടുന്ന് CNG അടിക്കട്ടെ, എർട്ടിഗന്റെ ബാക്കിലിടാം. അപ്പൊ നമ്മള് CNG അടിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. നമ്മളിവിടെ മറൈൻ ഡ്രൈവിന്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ 600 എത്ര രൂപക്ക് 691 രൂപക്കാണ് CNG അടിച്ചത്. ഫുള്ളായിട്ടുണ്ട്. ട്രിപ്പ് 0 ആക്കിയിട്ടുണ്ട്. ഊബർ നമ്മള് CNG അടിക്കുന്ന സമയത്ത് തന്നെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ റാപ്പിഡോമ്പാട് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നല്ല ട്രിപ്പായിരുന്നു. ഇനിയിപ്പോ ഊബർ ഓഫ് ചെയ്തില്ലേ, ഇനി ചിലപ്പോ ട്രിപ്പ് ഒന്ന് കുറയും. അപ്പൊ ഏതായാലും ഇവിടെ നല്ലൊരു പാർക്കിങ്ങില് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ 10 മിനിറ്റ് ഇവിടെ നിന്ന് നോക്കാം, കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് പോയോക്കാം. നമുക്ക് ഒരു 2 മണിക്കൂറത്തേക്ക് റെന്റൽ അടിച്ചിട്ടുണ്ട്. ഒരു മീര 2 മണിക്കൂർ റിസർവേഷൻ. ലാസ്റ്റ് 1:10 കഴിയുക. ഇപ്പൊ 11:10, 12:10, 1:10 ശരിയാ. അപ്പൊ എവിടുന്ന പിക്കപ്പ്? നമ്മളെ ഫ്രണ്ടിക്ക് കുറച്ചുകൂടി ഫ്രണ്ടിക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പിക്കപ്പ് കാണിക്കുന്നത്. അപ്പോ അതാണ് പോയിട്ട്. ഏതായാലും 500 റുപ്യ 2 മണിക്കൂർ. കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ. 250 റുപ്യ അല്ലെ. ഇപ്പൊ നമ്മളിവിടെ അയ്യപ്പങ്കാവ് അമ്പലത്തിന്റെ ഫ്രണ്ടിലാട്ടുള്ളത്. അപ്പോ അത് 2 മണിക്കൂറിന്റെ ട്രിപ്പാണല്ലോ. കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്, ഹോമിയോയില്. അപ്പൊ ജസ്റ്റ് 2 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഡ്രോപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എന്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് ജസ്റ്റ് ഒരു മിസ് കോൾ അടിച്ചിട്ടുണ്ട്. അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. തൊട്ടപ്പുറത്ത് തന്നെയാണ്, ഒരു 200 മീറ്റർ അപ്പുറത്താ. എന്തായാലും 25 കിലോമീറ്റർ ഇതിൽ ഇൻക്ലൂഡിങ് ആണ്. പിന്നെ എന്നോട് പറഞ്ഞു അധികം സമയങ്ങളൊന്നും ഇല്ല, എല്ലായിടത്തും 2 സ്ഥലത്തോ 3 സ്ഥലത്തോ എന്തോ പോകാനുള്ളൂ, പെട്ടെന്ന് കഴിയും, എനിക്ക് സെപ്പറേറ്റ് ഊബർ എടുക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചി. അപ്പോ അതുകൊണ്ട് ഇങ്ങനെ ബുക്ക് ചെയ്താണ് 2 മണിക്കൂറത്തേക്ക്. അപ്പൊ ചേച്ചിന്റെ ഒരു ബാഗ് ഇതിൽ വെച്ചിട്ടുണ്ട്, ഇതുണ്ടോ. അപ്പോ ഇനിയിപ്പോ വരും. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തിരക്ക് എന്താ അവസ്ഥ അറിയില്ല. അതുകൊണ്ട് നമ്പർ വാങ്ങിയിട്ടുണ്ട്, അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇനിയിപ്പോ വിളിക്കട്ടെ. റെന്റൽ ട്രിപ്പ് ആകുമ്പോ നമുക്ക് വേറെ ട്രിപ്പ് ഒന്നും അടിക്കൂലല്ലോ. എന്തായാലും സിനിമ ആണെങ്കിൽ സിനിമ കാണലും ഫോണുമ്മ കളിയൊക്കെ നടക്കും. കാരണം ഇനി വേറെ ട്രിപ്പ് അടിക്കാനില്ല. ഇനിയിപ്പോ അവര് വിളിക്കുമ്പോ പോയാൽ മതി. അപ്പൊ ഏതായാലും ഇനി അവര് വിളിക്കട്ടെ. അങ്ങനെ നമ്മളെ റിസർവേഷൻ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. സമയം 1:34 ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇവിടെ ക്യൂൻസ് വേന്റെ അവിടെ വന്നിട്ടുണ്ട്. ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയതേ 535 രൂപ നമുക്ക് കിട്ടിയത്. കാരണം സമയം കുറച്ചുകൂടി കൂടി, 2 മണിക്കൂർ 11 മിനിറ്റ് ആയി. 11 മിനിറ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോ 17.38 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 25 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി കിലോമീറ്റർ നമുക്ക് ലാഭമായിട്ടുണ്ട്. 686 ക്യാഷ് കളക്ട് ഉള്ളത്. അപ്പൊ ആ ചേച്ചി നമുക്ക് 2 സ്റ്റോപ്പാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മളെ ഹോമിയോക്കും, പിന്നെ ഒന്ന് മറ്റേ പനമ്പള്ളിയിലേക്കായിരുന്നു. അപ്പൊ പനമ്പള്ളിയില് വല്ലാണ്ട് സമയം ആവൂല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും അത്യാവശ്യം സമയമായിട്ടുണ്ട്. നേരത്തെ ഹോസ്പിറ്റലിൽ നിർത്തിയ അത്ര തന്നെ സമയം ഇവിടെ ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്തായാലും വിഷയമല്ല, റിസർവേഷൻ ട്രിപ്പ് ആയതുകൊണ്ട് പൈസ കൂടി കിട്ടും.
അപ്പൊ ഇങ്ങോട്ട് പോന്നപ്പോ നമ്മളെ പള്ളിമുക്കിന്ന് തന്നെ ആളിനോട് പറഞ്ഞു ഞാനേ ഇപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു അല്ല അവിടെ തിരിച്ച് ചെയ്താൽ മതി പറഞ്ഞു. കാരണം എന്താ വെച്ചാല് നമുക്ക് എന്തായാലും എനിക്കറിയാം സമയം കൂടും, സമയം കൂടിയ പേയ്മെന്റും കൂടും. അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ റേഞ്ച് ഇല്ല പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നോട് എത്ര എമൗണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എനിക്ക് കാണാൻ കഴിയൂല, അവിടെ തിരിച്ച് കാണാൻ കഴിയുള്ളൂ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അത് എനിക്ക് കാണാൻ പറ്റും പറഞ്ഞിട്ട് ആളെ ഫോണിൽ ഒരു എമൗണ്ട് കാണുമല്ലോ, പക്ഷെങ്കിൽ അത് ആ 2 മണിക്കൂറിന്റെ എമൗണ്ടേ കാണിക്കുള്ളൂ. കാരണം അപ്പൊ 2 മണിക്കൂർ ആയിട്ടില്ല. അപ്പൊ ഓക്കെ പേയ്മെന്റ് ചെയ്തോട്ടെ, കുഴപ്പമില്ല, അവിടുന്ന് കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാലോ. അപ്പൊ ഇവിടെ എത്തിയിട്ട് ഞാൻ എന്ത് ചെയ്ത് വേഗം ആൾ ഇറങ്ങണതിന് മുമ്പ് തന്നെ സ്ക്രീനിന്ന് എമൗണ്ട് എടുത്ത്. അപ്പൊ 686 645 ആൾ ചെയ്തത്. വീണ്ടും ഒരു 42 രൂപ തരാണ്ട്. അപ്പൊ 50 രൂപ തന്നു. അപ്പൊ ഇതിന്റെ അടുത്താണെങ്കിൽ വേറെ ഒരു ക്യാഷും ഇല്ല. അപ്പൊ ഗൂഗിൾ പേ ചെയ്ത് പറഞ്ഞപ്പോ ഗൂഗിൾ പേക്ക് റേഞ്ച് ഇല്ല എന്നുള്ള പറഞ്ഞു. അതുകൊണ്ട് അവിടെ വെച്ചോന്ന് പറഞ്ഞു. അതുകൊണ്ട് 8 രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മള് 2 മണിക്കൂർ അങ്ങോട്ട് പോയി കിട്ടി. 2 മണിക്കൂറും 11 മിനിറ്റും 686 വാങ്ങി 535 നമുക്ക് കിട്ടി. ഇപ്പൊ കിലോമീറ്റർ വല്ലാണ്ട് ആയില്ല, 17 കിലോമീറ്റർ ഓടിച്ചോളൂ. പക്ഷേ അതിന്റെ സമയം കുറെ പോയി. ഇനി ഇവിടുന്ന് എന്തായാലും ഫുഡ് കഴിക്കണം. സമയം 1:36 ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്, നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. നമ്മളെ വിഷ്ണുവിന്റെ വണ്ടി എന്തോ അവിടെ കംപ്ലൈന്റ് ആയിക്കണം. അപ്പൊ അവിടെ വരാൻ പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് ഏതായാലും ഫുഡും കഴിക്കാണ്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോ ഡെസ്റ്റിനേഷൻ എടുക്കാണ് അപ്പോളോ ഫാർമസി എറണാകുളം എന്നാണ് വന്നിക്കണേ. നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് കൊടുത്തീനെ, കച്ചേരിപ്പടി തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും കിട്ടുകയാണെങ്കിൽ എടുത്ത് പോവാ. ഏതായാലും വെറുതെ കാര്യമായിട്ട് പോവല്ലേ. അപ്പൊ നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നേരത്തെ ഇതേപോലെ തന്നെ ആയിക്കൂടി ഇങ്ങനെ വന്ന് ഇവിടെ യൂട്ടേൺ അടിച്ച് അങ്ങോട്ട് പോയി. ഇത് നമ്മള് നേരത്തെ നമുക്ക് ഇവിടെ KGR പറഞ്ഞിട്ടൊരു ഫ്ലൈറ്റ് ഉണ്ട്. ആ KGL കേട്ടോ, KGL പറഞ്ഞ ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റിൽ നിന്നാണ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇത് KGLന്റെ തൊട്ടപ്പുറത്ത് ഒരു പൂർവ എന്ന് പറഞ്ഞിട്ടൊരു വേറെ ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റിൽ നിന്നാണ് ട്രിപ്പ് ഉള്ളത്. പിന്നെ കച്ചേരിപ്പടിക്കൊക്കെയാണ് കണ്ടത്. കച്ചേരിപ്പടിയോ അല്ലെങ്കിൽ MG റോഡ് എവിടേക്കോ ആണ്. 100 രൂപയുടെ ട്രിപ്പാ. അപ്പൊ ഏതായാലും കാര്യം പോവല്ലേ, അതുമ്പാടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോവാ. നമ്മളിവിടെ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആള് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ AT പൂർവ ഗ്രാൻഡ് ബയോ അങ്ങനെ എന്തോ ഫ്ലൈറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു അരവിടെ നിന്നിടാം. നേരത്തെ ഞാൻ ഈ ഫ്ലാറ്റിക്കാണ് കേറിയത്, പക്ഷെ എങ്കിൽ ഇതിന്റെ തൊട്ട ബാക്കില് ഒരു ഫ്ലാറ്റ് ഉണ്ട് കണ്ടോ മതിലിന്റെ അപ്പുറം. അതാണ് KGL, ഇത് പൂർവ. അപ്പൊ KGL എന്താ വെച്ചാല് അവര് ഗേറ്റ് അടച്ചിട്ട്, പൂർവന്റെ അടിപൊളിയായി. മറ്റേ ഇന്നും ഔട്ടും എപ്പോഴും തുറന്നിട്ടും ഉണ്ട്, സെക്യൂരിറ്റിക്കാരന്മാരും ഉണ്ട്. KGLന്റെ അവിടെ ഗേറ്റ് ആണ് അടച്ചിട്ട്, എന്നിട്ട് പുല്ലൊക്കെ മുളച്ചിക്കണം. അപ്പൊ വർക്കിംഗ് ആണ്, നമുക്ക് ആകെ ഗേറ്റ് കാണുന്നുള്ളൂ. പിന്നെ മാപ്പിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇതിലിങ്ങനെ കേറി. അപ്പൊ KGL ഇതല്ലാന്ന് പറഞ്ഞപ്പോ പുറത്തേക്ക് ഇറങ്ങി. നമ്മളവിടെ നമ്മളെ പാലം കയറുന്ന അവിടെ റൗണ്ട് ഉണ്ട്, വൈപ്പിൻക്ക് പോണ അവിടെ. അവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് യൂട്ടേൺ അടിച്ച് വീണ്ടും ഇവിടെ യൂട്ടേൺ അടിച്ചിക്കാണ്. എന്നിട്ടാണ് ആ ചേച്ചി നമ്മൾ പിക്ക് ചെയ്തത്. അങ്ങനെ നമ്മളെ ലാസ്റ്റ് കസ്റ്റമറെയും ഡ്രോപ്പ് ചെയ്തിട്ടോ. ഈ 3 പേരായിരുന്നു. അപ്പോ അത് ഓൺലൈൻ ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അതും കഴിഞ്ഞു. റാപ്പിഡോയും ഓഫ് ചെയ്തിട്ടുണ്ട്. പോരുന്ന വഴിക്ക് ഊബർ ഓൾറെഡി ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി വേറെ ട്രിപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ വിഷ്ണു ഒന്നുകൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ വർക്ക്ഷോപ്പൊക്കെ എന്തൊക്കെ പോണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇനി ഈ സിഗ്നലിൽ ഒന്നുകൂടി കിടക്കേണ്ടി വരും. ഒരു വട്ടം ഇപ്പൊ സിഗ്നലിൽ നിന്ന് ഇനിയിപ്പോ ഒന്നുകൂടി കിടക്കേണ്ടി വരും. കുഴപ്പമില്ല, ഇവിടുന്ന് ആകെ ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ നമ്മള് വീണ്ടും ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. 3:32 ആയിട്ടോ സമയം. അപ്പൊ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു അനീന. പ്ലാറ്റ്ഫോം 1 എക്സിറ്റ് എന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ വണ്ടി തിരിക്കണം, ബാക്ക് ഔട്ട് തിരിക്കണം. നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്നുള്ള ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടോ. നമ്മളിവിടെ തേവര കോളേജിന്റെ അവിടേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഈ ഒരു റെസ്റ്റോറന്റൊക്കെ ഇവിടെ എന്തൊരു ബേക്കറി എന്തോ ആണ്, അവിടേക്കാണ് ആള് കയറി പോയത്. അപ്പൊ അതിന് നമുക്ക് കിട്ടിയത് 151 രൂപ കേട്ടോ നമുക്ക് അതിന് കിട്ടിയത്. അപ്പൊ ഏതായാലും ഇനിയിപ്പോ ഇവിടെ വണ്ടി എടുക്കാനൊന്നും ഗ്യാപ്പില്ല, നേരെ ഇങ്ങനെ പോവാം. ഇവിടെ ഇങ്ങനെ പോയാൽ ഇതിന്റെ ലാസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അവിടെ അവിടെ ഒരു കീസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ട്, റൂംസിന്റെ. അപ്പൊ അവിടെ നല്ലൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ട്, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. വിഷ്ണുവിന്റെ വണ്ടിക്ക് വലിയ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് ബാറ്ററി ഡൗൺ ആയിരിക്കായിരുന്നു. അപ്പോ ആദ്യം വർക്ക്ഷോപ്പിൽ പോയിട്ട് വർക്ക്ഷോപ്പത്തെ ആളെ കൂട്ടി കൊടുന്ന് ബാറ്ററി ജമ്പർ ചെയ്ത് അടിച്ച് സ്റ്റാർട്ടാക്കി. എന്നിട്ട് ഞങ്ങള് ഫുഡും കഴിച്ചിട്ട് അവന് ഓണാക്കി ഉടനെ അവന് ട്രിപ്പ് അടിച്ചു ഊബറില്. അത് കഴിഞ്ഞ് ഞാനൊന്ന് പള്ളിയിൽ പോയി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഊബർ ഓണാക്കിയപ്പോ എനിക്ക് അപ്പൊ തന്നെ ട്രിപ്പ് അടിച്ച്. അതാണ് ഇപ്പൊ നമ്മള് കൊടുന്ന ട്രിപ്പ്. ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പോന്നിട്ടുള്ളൂ നമ്മൾ. അപ്പൊ ഇതിന് അവിടുന്ന് തന്നെ വീണ്ടും ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഇതാണ് കീസ് എന്ന് പറഞ്ഞ ഹോട്ടല് ഞാൻ പറഞ്ഞേ,
അപ്പോ ഇവിടെ ഗ്രൗണ്ടിൽ കൊടുന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പത്തിന് നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ച്. അപ്പൊ ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ വന്ന വഴിയാണിത്. ആ വന്ന വഴി ഏകദേശം ആളെ ഡ്രോപ്പ് ചെയ്തത് ഈ സെൻട്രൽ ഭാഗത്താണ്. ഇവിടുന്ന് തന്നെ പിക്കപ്പും. ജംഷി എന്നാണ് കസ്റ്റമറുടെ പേര്. അപ്പൊ ഇനി പോയോട്ടെ. യാത്ര റാപ്പിഡൊക്കെ ഓണാക്കിയിട്ടുണ്ട്. യാത്ര ഇപ്പോഴേ ഒന്ന് ഉഷാറായിക്കോണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ എവിടെ നോക്കിയാലും യാത്രിന്റെ പ്രൊമോഷനാണ്. റേഡിയോ ഓണാക്കിയാൽ അതിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പൊ പിന്നെ ട്രിപ്പുകളൊക്കെ അതിൽ വരൽ തുടങ്ങിക്കണോന്ന് തോന്നുന്നുണ്ട്. അതിന്റെ ഇന്റർഫേസ് ഒക്കെ മാറിയിട്ടുണ്ട്. അതിന്റെ മോഡൽ ഇങ്ങനത്തെ ഈ ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റത്തെ മോഡലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സ്കൂളിൽ നിന്നാട്ടോ നമുക്ക് പിക്കപ്പ് ഉള്ളത്. വലിയൊരു സ്കൂളാണ് ഇവിടെ തേവരയിലുള്ള. അങ്ങനെ നമ്മള് ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതിന് നമുക്ക് 180 രൂപയാണ് നമുക്ക് കിട്ടിയത്. 23 മിനിറ്റ് ആണ് നമുക്ക് അതിനെടുത്തത്. 10.43 കിലോമീറ്റർ. 250 ടോട്ടൽ വാങ്ങിയിട്ടുണ്ട്. 100 രൂപ കമ്മീഷൻ പോയി. നമുക്ക് കുറെ സമയത്തിന് ശേഷം, അതായത് 5:38 അതിന്റെ സമയം, ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നൗഷാദ്. 10 കിലോമീറ്റർ ആണ് ഡ്രോപ്പ് ഉള്ളത്. നമ്മളെ പെരുമ്പടപ്പ് ഭാഗത്തേക്കാണ്. അപ്പോ ഞാനിവിടെ ഫാനും കൊണ്ടാണ്ട് കാറ്റും കൊണ്ട് ഇവിടെ തന്നെ ഇരിക്കായിരുന്നു. കാരണം ബ്ലോക്ക് ഉള്ള സമയത്ത് നമ്മൾ സാധാരണ ഓഫ് ചെയ്യാറാണല്ലോ ചെയ്യാറ്. അപ്പൊ ഇപ്രാവശ്യം ഓഫ് ആക്കണ്ട, വെറുതെ കിടക്കാന്ന് വിചാരിച്ച് ഇവിടുന്ന് വണ്ടി എടുത്ത് അനങ്ങിയാലും ട്രിപ്പ് അടിക്കുമെന്നൊക്കെ എനിക്ക് അറിയാം. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാലെന്ന് വിചാരിച്ചു. ബൈക്കുകളൊക്കെ വന്നാണ്ട് ഇവിടെ കുറ്റടിച്ചുക്കണു. ബാക്കിലാണെങ്കിൽ ഒരു പോസ്റ്റും കാരും ഉണ്ട്. ഞാനത് ചാരി കറക്റ്റാക്കി ഇട്ടു. അതാണ് പ്രശ്നമായത്. നോക്കട്ടെ കേട്ടോ, ഇറങ്ങി നോക്കട്ടെ, എന്തായാലും വഴി ഉണ്ടോ നോക്കി നോക്കട്ടെ. കുഴപ്പമില്ല, ബാക്കില് വണ്ടി കയറും. അപ്പത്തിന് ഫ്രണ്ടത്തെ ഒരു സ്കൂട്ടി ഇറങ്ങി. നമുക്ക് ബാക്കിലേക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടത്തെ സ്കൂട്ടി പോയപ്പോ ഒന്നും കൂടി സൗകര്യമായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തിട്ടോ. അപ്പൊ നമ്മളിവിടെ കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ അവിടെയാണ് ഉള്ളത്. നമ്മളെ അളകാപ്പുരി ഹോട്ടൽ പാരഡൈസിന്റെ അവിടെയാണ് ഉള്ളത്. 2222 രൂപ കേട്ടോ ഓടിയത്. ഫാൻസി നമ്പർ ആയിട്ടുണ്ട്. 11 ട്രിപ്പ്. ഇന്ന് നമ്മള് ഓൺലൈനിൽ കടന്നത് 9 മണിക്കൂർ 52 മിനിറ്റ് ആണ് നിന്നത്. ഇവിടെ നമ്മളൊരു ഫേവറേറ്റ് ഷവർമ്മ ഉണ്ട്. അപ്പൊ അത് കഴിക്കാൻ വന്നിട്ട് അപ്പൊ നമ്മള് താജ് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവൻ നേരത്തെ ഒരു 6:30 സമയം ഇപ്പൊ വർക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനിയും ഓർഡർ എന്ന് കരുതിയേനെ. അപ്പൊ ഇവിടെ തൊട്ടപ്പുറത്തേ നല്ലൊരു DJ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് DJ പരിപാടിയൊക്കെ കണ്ടിട്ട് ആക്കും പോലെ റൂമിലേക്ക് പോവാം. അപ്പൊ ഏതായാലും ഇനി നാളത്തെ വീഡിയോയിൽ കാണാം.